ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഈ വഴലൂർ ദേവസ്വം ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി. ടി.ജി. മോഹൻദാസ്, അതായത് RSSന്റെ ഒരു വശം, അദ്ദേഹം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, കുട്ടികൾ, അതായത് വിദ്യാർത്ഥി സമൂഹം അവർക്ക് വേണ്ട ഒരു ആവശ്യത്തിന് അവർ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ എങ്ങനെ നേരിടണം, അതായത് അവിടെ സമരം ചെയ്യുന്ന, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം കൊല്ലണമെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ടി.ജി. പറയുന്നത്. ഒരിക്കലും ആരും ചിന്തിക്കാത്ത, വിഷം മനസ്സിലുള്ളിൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. അതിനെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. കേസൊന്നും ആവാൻ പോകുന്നില്ല. വേറൊരാളാണ് പറഞ്ഞതെങ്കിൽ അതിൽ NIA ഒക്കെ വരട്ടിയിരുന്നു. അതൊന്നുമില്ല. പിന്നെ പറയുന്നുള്ളത് സ്ത്രീകളെ കുറിച്ചാണ്. ഒരു കൂട്ടം സ്ത്രീകൾക്ക് ബലാത്സംഗം ഇഷ്ടമാണ്. അയാൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ ഏതാണെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെയല്ല സംഭവം. ആക്ച്വലി അവരുടെ ശാഖയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത്. ഒരു ചെറുക്കൻ, ഒരു യുവാവ് ആത്മഹത്യ ചെയ്തതൊക്കെ നമുക്കറിയുന്നതല്ലേ എന്തിനാണെന്ന്. ഒരു ഭരണാധികാരി ലോൺലി അറ്റ് ദ ടോപ്പ് ആവുന്ന അവസ്ഥയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിരുന്നു, പലരും പലവിധ ഓപ്ഷൻസ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വയ്ക്കും. ഇതാ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇനിയിപ്പോൾ സാറ് തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് എണീറ്റ് പോകും. രാത്രി 10:30 11 എല്ലാവരും പിരിഞ്ഞു. നരേന്ദ്രമോദി ഒറ്റയ്ക്കാണ്. തീരുമാനമെടുക്കേണ്ടത് ആ മനുഷ്യനാണ്. ഈ തീരുമാനമെടുത്താൽ ഇന്ന പ്രത്യാഘാതങ്ങൾ ഉദ്യോഗസ്ഥന്മാരും മറ്റ് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തീരുമാനം എടുത്താൽ വേറെ പ്രത്യാഘാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ സമരത്തിൽ ആൻറ്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം, അവരുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപം ഓർത്തു നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ ഈ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ കലാപമായിരുന്നില്ല, ബഹളമായിരുന്നില്ല. 14 ജില്ലകൾ ഗുജറാത്തിലെ, ഓൾ വെയർ റയറ്റ് അഫക്റ്റഡ്. ഈ മരയോന്ത് പിന്നെ മോഡിന്റെ കൂടെ കിടന്നുറങ്ങുന്ന പോലെ സംസാരിക്കുന്നത്. രാത്രി 11 മണിയാകുമ്പോൾ അങ്ങനെയാവും, മോദി തനിച്ചാവും, അപ്പം മോഡി ഒരു തീരുമാനം എടുക്കും. ഈ ഗുജറാത്ത് കലാപം എന്തെന്നല്ല മനസ്സിലായില്ലേ ഇപ്പം? അതായത് കൊന്നു തള്ളുന്നതാണ്. കൊന്നു തള്ളുന്നത് വെറും അന്തസ്സും അഭിമാനവുമായി കാണുന്ന ഒരു 3rd ക്ലാസ് ചെറ്റയാണ് ഇയാൾ. ഇയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇയാളിങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ കത്തിയും ബോംബും എടുത്തിട്ട് ഇറങ്ങും കൊല്ലാൻ. അതുകൊണ്ട് ഇങ്ങനത്തേനെല്ലാം പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്നെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി തളക്കുക, അല്ലെങ്കിൽ ജയിലിലിടാം. സംഘം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്ന് ഒരു സ്ത്രീ പറയുന്ന അവസ്ഥ.
അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ പറയുന്നത് കേട്ടില്ല. അതായത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാവും. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ അവന്റെ വീട്ടിലുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവന്റെ തറവാട്ടിലുണ്ടായിരിക്കും. മരയോന്തിന്റെ ഇവനൊക്കെ ഇപ്പൊ ഇവനെതിരെ മറ്റേ നമ്മളെ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു FB-യിൽ. അത് ഞാൻ ഇപ്പൊ ഇവിടെ ഇടാം. അതായത് വിനായകന്റെ ഒരു ശൈലിയിൽ അവന്റെ തന്തക്ക് വിളിക്കുന്നുണ്ട്, അവന്റെ തള്ളക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് കേസെടുത്തു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അതിനെക്കുറിച്ച് നമുക്ക് എന്തെന്ന് അറിയില്ല. കേസെടുത്തിട്ട് എത്രത്തോളം അത് സ്ട്രോങ് ആവും അറിയില്ലല്ലോ. ആക്ച്വലി കേസെടുത്തിട്ടുണ്ട്. TG മോഹൻദാസിന്റെ വിവാദ പരാമർശം സൈബർ സെൽ IG P പ്രകാശ് അന്വേഷിക്കും. AIYF നൽകിയ പരാതിയിലാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജന്തർ മന്ദറിൽ സമരം ചെയ്തവർക്കെതിരെയാണ് TG മോഹൻദാസ് അധിക്ഷേപ പരാമർശം നടത്തിയത്. KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രസക്തമാകുന്നത്? TG മോഹൻദാസിന്റെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. ഞാനായിരുന്നെങ്കിൽ സമരക്കാർ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിന്നീട് ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശവങ്ങൾ പെറുക്കി ആശുപത്രി എത്തിക്കും. ആ പരാമർശത്തിലാണ് ഇപ്പോൾ ASF നേതാവ് TT ജിസ്മോൻ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കാൻ സൈബർ സെല്ലിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവനെ പോലത്തെ വിഷങ്ങളെ ഒതുക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ ഞാൻ പറയാം. അതായത് ഇദ്ദേഹം ഒരു RSSന്റെ ഒരു പ്രധാന വ്യക്തിയാണ്. ആ RSSലുള്ള ഒരുപാട് യുവാക്കളും ബാക്കിയുള്ള ജനങ്ങളും വൃദ്ധന്മാർ എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ ഇവനെ ആരാധിക്കുന്ന ഇവൻ ആരാധ പുരുഷനായിരിക്കും. അപ്പോൾ ഇവന്റെ ഇങ്ങനത്തെയൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അവരിറങ്ങി ചെയ്യാൻ തുടങ്ങും. ബലാത്സംഗവും കൊലപാതകവും എല്ലാം ചെയ്യാൻ തുടങ്ങും. അവർക്കെതിരെ ആര് കൈ പൊക്കുന്നു അവരെ കൊല്ലും ഇവര്. അപ്പൊ ഇവരെ പോലത്തെ ഉള്ള ആളെ ഇവിടുത്തെ നിയമവ്യവസ്ഥ തക്കതായ ശിക്ഷ നൽകിയിട്ട് ഇവനൊന്ന് പുറത്തിറങ്ങാത്ത രൂപത്തിൽ ഇവനൊക്കെ പൂട്ടാൻ കഴിയണം. ഇത് വേറൊരു വ്യക്തി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും NIA ഇടപെടട്ടീന്, NIA വരട്ടീന്. ഇവനായതുകൊണ്ട് അതൊന്നുമില്ല. കാരണം അവരെ കയ്യിലാണ് ഇന്ത്യ ഉള്ളത്. ഇപ്പോൾ അവരാണ് ഭരിക്കുന്നുള്ളത്. അപ്പൊ ഇവനെ പോലത്തെ ഉള്ളവരെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു പറ്റം ജനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നല്ല വരും. കൊലപാതകം ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നതാണ് ഈ വ്യക്തി. കൊലപാതകം ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നതാണ് ബാക്കിയുള്ള ആളെ. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര ധൈര്യത്തിൽ ഇയാൾ അവരൊക്കെ കൊല്ലണം എന്ന് പറയുമ്പോൾ അവൻ്റെയൊക്കെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവൻ്റെ പിറകിലുള്ള എന്തൊക്കെ ഉണ്ടാവും?